ഗോതമ്പ് പൊടിയും കടലമാവും കുറച്ച് സ്പൈസസും ഒക്കെ ചേർത്താണ് നമ്മൾ മിസ്സി റോട്ടി ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് മിസ്സി റോട്ടി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മിസ്സി റോട്ടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കടലമാവ്. ഞാൻ എടുത്തു വെച്ചേക്കുന്നത് 3/4 കപ്പ് കടലമാവാണ്. ഒന്ന് അടഞ്ഞിട്ടെടുക്കുക. എപ്പോഴും നമ്മൾ മിസ്സി റോട്ടി ഉണ്ടാക്കുമ്പോൾ ഒരേ അളവിൽ കടലമാവും ഗോതമ്പ് പൊടിയും എടുക്കാം. അല്ലെങ്കിൽ കടലമാവ് പൊടിക്ക് താഴെ വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 3/4 കപ്പ് കടലമാവും 1 കപ്പ് ഗോതമ്പ് പൊടി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ഏകദേശം 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ നിറച്ച് കസൂരി മേത്തി, 1 നുള്ള് ജീരകത്തിൻ്റെ പൊടി, വളരെ കുറച്ചേ ഉള്ളൂ, ചെറിയൊരു ക്വാണ്ടിറ്റി ജീരകം പൊടിച്ചത്. അതേപോലെ ഒരു 1/8 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ അല്ലെങ്കിൽ മല്ലിപ്പൊടി. ഇതിലേക്ക് ഒരു മീഡിയം സവോളയുടെ ഒരു ഹാഫ് പോർഷൻ എടുക്കാം. അതിനകത്തേക്ക് ചേർക്കാം. ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. പച്ചമുളക് എരിവ് കണക്കാക്കി ഉപയോഗിക്കാം. ഞാനൊരു ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അതോടെ ചേർക്കാം. മല്ലിയില, നമ്മുടെ ഫ്ലേവർ ബോംബ് മല്ലിയില ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, ചെറിയൊരു പിടി. ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നെയ്യ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് നന്നായിട്ട് ഈ മാവിലേക്ക് മിക്സ് ചെയ്യണം. അതിനുവേണ്ടി നന്നായിട്ട് റബ്ബിങ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴയ്ക്കും. നമ്മൾ ചപ്പാത്തിക്ക് കഴിക്കുന്ന പോലെ തന്നെയാണ്. വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കൂടി പോയി ഇച്ചിരി ഗോതമ്പ് പൊടി ഇട്ടിട്ട് ചപ്പാത്തിക്ക് കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചെടുക്കുക. ഞാൻ ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തു. നമ്മൾ ചേർക്കുന്ന പൊടിയിലൊക്കെ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് വെള്ളം എപ്പോഴും നോക്കി ഉപയോഗിക്കുക. ചപ്പാത്തിക്ക് കഴിക്കുന്ന പോലെ കഴിച്ചു. ഇച്ചിരി സ്റ്റിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇടുകയാണ്, ഗോതമ്പ് പൊടി. ചപ്പാത്തിയുടെ ഡോ പോലായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യോ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാം. റബ്ബിങ് ചെയ്ത് വെക്കുക. ഇനി ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് കവർ ചെയ്ത് മാറ്റി വെക്കാം. ഇത് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയി. റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകൂടെ സോഫ്റ്റ് ആവും. ആറെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഓരോന്നും ചപ്പാത്തിക്ക് ഡോ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്യുക. കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ഈ ഒരു തിക്നെസ് മതിയാവും. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ ബാക്കിയുള്ള മിസ്സി റോട്ടിയും കൂടെ ഉണ്ടാക്കി വെക്കാം. ഇത് നമ്മൾ ചപ്പാത്തിയെക്കാട്ടിലും നല്ല ഗുണമുള്ളതാണ്. കടലമാവോട് ചേരുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഓരോന്നും ഉണ്ടാക്കി അപ്പം തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പരത്തി വെച്ച ശേഷമാണ് ചുടുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ഓരോ മിസ്സി റോട്ടിയും ചുട്ടെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊങ്ങി തുടങ്ങുമ്പോൾ ടേൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് നെയ്യോ ഓയിലോ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ബട്ടർ ഇട്ടാലും നല്ല ടേസ്റ്റിയാണ്. ഒരു മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. കടലമാവിൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോകേണ്ടതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. രണ്ട് സൈഡും നല്ല കുക്ക്ഡ് ആവും. നല്ലൊരു മണമൊക്കെ വരും. സമയത്ത് എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള റൊട്ടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും നല്ല ചൂടോടെ സെർവ് ചെയ്യുന്നതാണ് ഇത് എപ്പോഴും നല്ലത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണിത്. നമ്മൾ റോട്ടീസ് എല്ലാം ഉണ്ടാക്കി ഈ അളവിൽ നമുക്കൊരു 6 മിസ്സി റോട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ മിസ്സി റോട്ടി നമ്മൾ നല്ല സോഫ്റ്റാണ്. ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ആറി കഴിയുമ്പോൾ ഇച്ചിരി ഡ്രൈ ആവും. ഇപ്പോഴും ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഇത് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് തൈര്, കുറച്ച് സാലഡ് അല്ലെങ്കിൽ അച്ചാറിൻ്റെ കൂടെയൊക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് പഞ്ചാബിലും രാജസ്ഥാനിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു റോട്ടിയാണ് മിസ്സി റോട്ടി. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.